വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും പ്രതിരോധ മേഖലയിലെ മേക്കിംഗ് ഇന്ത്യയുടെയും വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഇലക്ട്രോണിക് സിറ്റിയിലെ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗളൂരു മെട്രോ ശൃംഖലയുടെ 3ാം ഘട്ടത്തിന് തറക്കല്ലിട്ട പ്രധാനമന്ത്രി 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, വലിയ വികസന പദ്ധതികൾക്കാണ് ബംഗളൂരുവിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതിലേറെ ശ്രദ്ധേയമാവുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബംഗളൂരു നഗരത്തിന്റെ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പദ്ധതികൾ, മെട്രോയുടെ 3ാം ഘട്ടത്തിന്റെ തറക്കല്ലിടൽ തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗളൂരുവിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. കൂടാതെ രാജ്യത്തെ 3 മെട്രോ സർവീസുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിട്ടുണ്ട്. ഒപ്പം ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് ശേഷം ഇലക്ട്രോണിക് സിറ്റിയിൽ നടന്നിട്ടുള്ള പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പരിവർത്തനം ഉണ്ടാവുകയും ഒപ്പം ലോകത്തിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഏറ്റവും വേഗത്തിൽ വളരുകയും ചെയ്യുകയാണ് ഭാരതം. അതിന്റെ വേഗതയ്ക്ക് യാതൊരു തരത്തിലും തടസ്സം നിൽക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ഒരു യാത്ര തുടങ്ങിയത് 2014 ശേഷം കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലോട് കൂടിയാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ പാർലമെന്റിലും പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും ഒപ്പം പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന്റെയും വിജയമാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന്റെ കൂടി വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ നമ്മുടെ ലക്ഷ്യം, ഭാരതത്തിന്റെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് സാങ്കേതിക മേഖലയിലും ആത്മനിർഭർ ഭാരത് പൂർണ്ണമാക്കുക, സാങ്കേതിക വിദ്യയിലും ഭാരതത്തിൻ്റെതായിട്ടുള്ള കൈപ്പിടിയിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായിട്ടുള്ള കണ്ടെത്തലുകളും പുതിയ കണ്ടെത്തലുകൾ നടത്തുക, സാങ്കേതിക മേഖലയിലും ആത്മനിർഭർ ഭാരത് ഉറപ്പാക്കുക എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. റെയിൽ വികസനവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയിൽ മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ. അത് വലിയ മാറ്റം രാജ്യത്ത് റെയിൽവേ ഗതാഗത മേഖലയിൽ കൊണ്ടുവന്നിരുന്നു. ഇന്ന് 3 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ബംഗളൂരു ബെളഗാവി, കൂടാതെ അമൃത്സർ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര, നാഗ്പൂർ പൂനെ, ഈ 3 വന്ദേ ഭാരത് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ബംഗളൂരു മെട്രോയുടെ 3ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. ബംഗളൂരുവിനെ സംബന്ധിച്ച് ഗതാഗത കുരുക്ക് മാറ്റിയെടുക്കുന്നതിന് മെട്രോ പാത കൂടുതൽ വലിയ രീതിയിൽ സഹായകമാകും. ബംഗളൂരു അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സാങ്കേതിക നഗരമാണ് എന്നും കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യം വളരുകയാണ്. ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു. അത്തരം പ്രഖ്യാപനങ്ങൾക്ക് നിലവിലെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അമേരിക്ക ഉൾപ്പെടെ ഭാരതത്തിനെതിരെ ഇത്തരത്തിൽ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വ്യാപാര വാണിജ്യ മേഖലയിൽ ഭാരതത്തെ കൺമുരുട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയും മുൻപിൽ ഭാരതത്തിന്റെ വാണിജ്യ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് സ്ഥാനമില്ല എന്നും ഭാരതം സ്വതന്ത്രമായി ഇത്തരത്തിൽ വ്യാപാര ബന്ധം ഏത് രാജ്യവുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ ഏത് രാജ്യവുമായി വ്യാപാരം ചെയ്യണം, അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഭാരതത്തിനുണ്ട് എന്ന് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാരതം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി അതിവേഗം മാറുന്നു എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.